അണ്ടന്മാരായ മോഹൻലാൽ ഫാൻസ് എമ്പുരാൻ ഓടിയാലുണ്ട് ഓടിയിലുണ്ട് നിനക്കല്ലേ എന്ത് ഉണ്ടേ കിട്ടണം. രാവിലെ 6 മണിക്ക് പടം കാണാൻ വേണ്ടി പോകണം. നീ നിന്റെ കുടുംബത്തെ വെച്ച് ഓർക്കണ അല്ല പണി ചെയ്ത് കുടുംബത്തെ കാശിനൊക്കെ കൊടുക്കുക. എമ്പുരാൻ വിജയിച്ചിട്ടുണ്ടായില്ല, നിനക്ക് എന്ത് ഉണ്ട് കിട്ടാനാണ്. മാർച്ച് 27 6 മണിക്ക് ഞാൻ വന്ദനത്തിലുണ്ടാവും. മോഹൻലാൽ ഫാൻസ് ഉണ്ടേം ചെയ്യാൻ പോകുന്നില്ല, ഒരു വാഴടി മാത്രമേ ഉള്ളൂ. ആറാട്ടെണ്ണൻ ഓരോ ദിവസവും വള്ളി പിടിച്ചു വെക്കുവാണ്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം തന്നെ എമ്പുരാൻ ഇറങ്ങാൻ പോവുകയാണ്. നിങ്ങൾ ആദ്യം കണ്ട ക്ലിപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എമ്പുരാനെ പറ്റി, അതായത് എമ്പുരാൻ കാണാൻ വരുന്ന മോഹൻലാൽ ഫാൻസിനെതിരെയൊക്കെയാണ് സംസാരിക്കുന്നത്. നിങ്ങൾക്ക് എന്താണ് എന്നൊക്കെ ചോദിച്ചു ഭയങ്കരമായിട്ട് അവരെ ചൊറിയുന്ന രീതിയിൽ സംസാരിക്കുന്ന രീതിയാണ് നിങ്ങൾ കണ്ടത്. രണ്ടാമത്തെ വീഡിയോയിൽ പറയുന്നുണ്ട്, ഞാൻ മാർച്ച് 27 അവിടെ തന്നെ കാണും, നിങ്ങളൊക്കെ ഫാൻസിനെയൊക്കെ ഒന്ന് കാണിട്ട്. അവരെല്ലാം പറയത്ത മാത്രമേ ഉള്ളൂ, ചെയ്യലോ കാര്യങ്ങളോ ഒന്നുമില്ല, അവർ പറച്ചിൽ മാത്രമേ ഉള്ളൂ എന്ന് പറയുന്നു. ഇത് കഴിഞ്ഞിട്ട് വേറൊരു വീഡിയോ കൂടെ ലേറ്റസ്റ്റായിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ആറാട്ടെണ്ണം പറഞ്ഞ് ഞാൻ അവിടെ തന്നെ എമ്പുരാൻ കാണാൻ വരുന്നതായിരിക്കും, നമുക്ക് ഫാൻസിന് എല്ലാവർക്കും ഒരുമിച്ച് എമ്പുരാൻ കാണാം എന്ന് പറഞ്ഞ് ഒരു വീഡിയോ കൂടെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതിൽ നിന്ന് എന്താണ് മനസ്സിലാവുന്നതെന്ന് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. പുള്ളിക്കാരൻ തന്നെ നെഗറ്റീവ് പറയുന്നു, പുള്ളിക്കാരൻ തന്നെ പിന്നെ പോസിറ്റീവ് പറയുന്നു. ചിലർ പറയുന്നത് നെഗറ്റീവ് പറഞ്ഞതിന് ശേഷം ഫാൻസ് എല്ലാം കൂടെ കയറി പുള്ളിക്കാരനെ മേഞ്ഞതിന് ശേഷമാണ് പോസിറ്റീവ് പറഞ്ഞിരുന്നത്. പക്ഷേ എനിക്ക് തോന്നുന്ന ഒരു കാര്യം, ഇതൊക്കെ പുള്ളിക്കാരൻ എന്ത് ചെയ്യുന്ന ഒരു അറ്റൻഷൻ കിട്ടാൻ വേണ്ടി ചെയ്യുന്ന കാര്യമാണ്. ഇപ്പോൾ എമ്പുരാൻ്റെ കത്തിക്കയറി നിൽക്കുകയാണ്. എല്ലാവരും എമ്പുരാൻ സിനിമയെ പറ്റിയാണ് പറയുന്നത്. നാളെയാണ് എമ്പുരാൻ ഇറങ്ങാൻ പോകുന്നത്. അപ്പം ഈ ഒരു സമയത്തിനുണ്ടെങ്കിൽ തന്നിലേക്ക് ആകർഷിക്കാൻ വേണ്ടി, എല്ലാവരും തന്നെ ഒന്ന് ശ്രദ്ധിക്കാൻ വേണ്ടി ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ പറയുകയാണ്. ആദ്യമേ എന്ത് ചെയ്ത് എമ്പുരാൻ, അതായത് ഫാൻസിനും ഈ ഒരു മൂവിക്കെതിരെയും ഭയങ്കരമായിട്ട് പറയുന്നത് എന്താണ് ഇങ്ങനെ എന്നൊക്കെ പറയുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ഒരുമിച്ച് കാണാമെന്ന് പറയുന്നത്, ഇതിനിടെ ഫാൻസിനെതിരെ സംസാരിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നിരുന്നാലും നാളെ സിനിമ ഇറങ്ങുവാണ്. നാളെ സിനിമ ഇറങ്ങുമ്പോഴത്തേന് പുള്ളിക്കാരൻ സിനിമ കാണാൻ പോകുമ്പോഴത്തേന് ഇനി അവിടെ വെച്ച് ഫാൻസ് എന്തെങ്കിലും ഉപദ്രവിക്കും, അങ്ങനെയൊക്കെ എനിക്കും കുറച്ച് ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. എനിക്ക് തോന്നുന്നൊരു കാര്യം, ഇങ്ങനെ ഫാൻസായിട്ട് ആരെങ്കിലും അവിടെയൊക്കെ പോകുന്നവരോ അങ്ങനെയൊക്കെ ഇഷ്യൂ ഉണ്ടാക്കാൻ റെഡിയായിട്ട് നിൽക്കുന്നവരാണ്. ഞാൻ പറയുന്നൊരു കാര്യം, നമ്മളായിട്ട് ആരെയും ഉപദ്രവിക്കാനോ ഒന്നും തന്നെ നിൽക്കാതിരിക്കുക. കാരണം പുള്ളിക്കാരൻ ഒരു അറ്റൻഷന് വേണ്ടിയാണ് ഇതെല്ലാം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ആ പുള്ളിക്കാരൻ എന്തെങ്കിലും പറയുന്നത് നമുക്ക് പറഞ്ഞു നോക്കി, ഇങ്ങനെ പറയുന്നത് ശരിയല്ല, അങ്ങനെയൊക്കെ നമുക്ക് നമ്മുടെ സംസാരിച്ച് ചെയ്യാം, അല്ലാതെ അടിക്കാനോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കും. അതും നാളെ ഒരു സിനിമ റിലീസ് ചെയ്യുന്ന സമയമാണ്. അങ്ങനെ ഉപദ്രവിക്കുക അങ്ങനെ ചെയ്യുമ്പോഴത്തേനും ഒരു ആരാധകർക്കെതിരെ ഭയങ്കരമായിട്ടുള്ള ഇങ്ങനെയൊക്കെ ചെയ്യുന്ന എന്തിനാണെന്ന് പറഞ്ഞാൽ അത് വലിയൊരു രീതിയിലാവാൻ ചാൻസ് ഉണ്ട്. നിങ്ങൾ മാക്സിമം എന്ത് ചെയ്ത് പുള്ളിക്കാരനെ ചിലപ്പോൾ ഇതെല്ലാം ചെയ്യുന്ന അറ്റൻഷന് വേണ്ടി മാത്രം, വേറെ ഒന്നുമല്ല. അപ്പം അതിനെ ആ ഒരു പാട്ടിന് വിട്ടിട്ട് നിങ്ങൾ സിനിമ കാണാൻ വരുന്ന ഒരു സിനിമ, ഫാൻസായിട്ടുള്ള ഒരു സിനിമ മാത്രം കാണുക എന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ.